ഞങ്ങൾ കോടന്നൂർക്കാർ അനീഷിൻ്റെ വീടിൻ്റെ ഒരു 10 വീട് ഇപ്പുറമാണ് എൻ്റെ വീട്. ഞങ്ങളെല്ലാവരും അനീഷിന് ഇന്നലെ ബിഗ് ബോസിൽ 1ാം സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ കോടന്നൂർ ഗ്രാമം ഒന്നടങ്കം കാത്തിരുന്നിരുന്നു. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അനീഷിൻ്റെ വീട് വരുന്നത് പാർലം പഞ്ചായത്തിൽ ശാസ്താംകടവ് വഴിയിൽ പള്ളി കഴിഞ്ഞിട്ട് ഒരു 10 വീട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അനീഷിൻ്റെ വീട്. ഞങ്ങൾ 1ാം വാർഡുകാരാണ്, അതായത് ഒരു വാർഡാണ് ഞങ്ങളുടെയൊക്കെ. ഞാൻ അനീഷിൻ്റെ വീടൊക്കെ ഒറ്റ വാർഡിലാണ് ഞങ്ങളുടെ വീടൊക്കെ വരുന്നത്. അനീഷായിട്ട് അത്ര വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധമൊന്നും എനിക്കില്ല. പക്ഷേ ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഇന്നലെ അനീഷിനത് കിട്ടും എന്ന് വിചാരിച്ചിട്ട് എല്ലാ കുടുംബങ്ങളിലും ഇന്നലെ എന്താ പറയുക, അത്രയും ആഹ്ലാദത്തോട് കൂടിയിട്ട് ടി വിയുടെ മുന്നിൽ ഇരുന്നിരുന്നത്. കിട്ടും, അതായത് ഉറപ്പാണ്. ഓരോ പ്രാവശ്യം ഓരോ കണ്ടസ്റ്റൻറ്റും ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ അവസാനം അനുവും പിന്നെ അനീഷും ഒപ്പത്തിനൊപ്പം വന്നു കഴിഞ്ഞപ്പോൾ 100% ഉറപ്പിച്ചു ഞങ്ങൾ അനീഷിന് തന്നെയാണ് കപ്പ് എന്നുള്ളത്. ഇന്നലെ കോടന്നൂർ ഗ്രാമത്തിൽ ഈ ഗ്രാമം എന്ന് പറയുകയാണെങ്കിൽ ഇത് തൃശ്ശൂരിൽ നിന്നൊരു 11-12 കിലോമീറ്റർ വരുമ്പോഴാണ് ഈ ഗ്രാമം. ഇത് കംപ്ലീറ്റ് ഈ കോൾപ്പാടം നിറഞ്ഞ, അതായത് കൃഷി സംബന്ധമായിട്ടുള്ള ഒരു ഗ്രാമമാണത്. ഇവർക്കും അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃഷിപ്പണി തന്നെയാണ് ഇവർക്കും ഇവരെ തൊഴിലായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഒരു സാധാരണ കുടുംബം. ഈ അനീഷ് എന്ന് പറയുന്ന ഒരു പാവ മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യൻ. അങ്ങനെ ഒരു ഏറ്റുള്ള ഒരാളോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അങ്ങനെ എതിർക്കുന്നത് അപൂർവമായിട്ട് അങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു കൂട്ടിക്കെട്ടുള്ളതായിട്ടൊന്നും ഇവിടെ അങ്ങനെ ആരും പറയണതായിട്ട് കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പക്ഷെ ഇന്നലെ അനീഷിനത് കിട്ടാണ്ട് പോയാൽ ഭയങ്കര വിഷമം. ഈ ഗ്രാമം ഒന്നടങ്ങാം ഭയങ്കര ഒരു ദുഃഖത്തിലാണ് എല്ലാവരും. അതായത് ഇന്നത്തെ ഈ ഗ്രാമത്തിൻ്റെ സംസാരം തന്നെ പറയുന്ന ഒരു അനീഷിൻ്റെ സംഭവമാണെന്ന് ഇവിടുത്തെ ചർച്ച. എവിടെ ചെന്നാലും അനീഷിനത് കിട്ടിയില്ല. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അനുമോൾ PR വർക്ക് നടത്തിയിട്ടാണ്, അവൾ കണ്ടമാനം പൈസ ഇറക്കിയിട്ടാണ് ഇത് അനീഷിൻ്റെക്കുന്നത് പോയത്. റിയലായിട്ട് കിട്ടേണ്ടത്, അതായത് ശരിക്ക് കളിച്ച് മുന്നോട്ട് പോയത് അനീഷ് തന്നെയാണ്. 25 കണ്ടസ്റ്റൻറ്റിൻ്റെ ഇടയിൽ ഒരു മാന്യമായിട്ടുള്ള ഒരു ബിഗ് ബോസ് താരം, അതിലേക്ക് അങ്ങനത്തെ നല്ലൊരു കളി അവൻ കാഴ്ചവെച്ചു. എല്ലാ ടാസ്കുകളും 100% സത്യസന്ധമായിട്ട് തന്നെ അത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അനീഷിന് കിട്ടാത്തത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് എല്ലാവരും മുന്നിൽ നിൽക്കുന്നത്. ഇന്നലെ അനീഷിനത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കോടന്നൂർ ഗ്രാമം ഒന്നടങ്കം എന്താ പറയുക, ഒരു നിരാശയിലാണ്ട് കിടക്കുക. എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു സന്തോഷമില്ലായ്മ എവിടെ ചെന്നാലും പ്രകടമാണ്. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ ചെന്ന് കഴിഞ്ഞാലും അവിടെ സംഭാഷണം അനീഷിൻ്റെ സംഭാഷണമാണ്. കാരണം അത് അവൻ തന്നെയാണ് കിട്ടുക എന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചതാണ്. ഇത്രയും പ്രതീക്ഷ വെച്ചിട്ടുള്ളൊരു ഈ ബിഗ് ബോസിൻ്റെ 7 സീസൺ ഉണ്ടായിട്ട് ഇത്രയും പ്രതീക്ഷ വെച്ച് ഇത്രയും മാന്യമായിട്ടുള്ള കളിച്ച് ഇത്രയും നല്ലൊരു കണ്ടസ്റ്റൻറ്റ് ഇതുവരെ ഉണ്ടായിട്ട് തന്നെ ഇല്ല എന്നുള്ളതാണ് എല്ലാവരും സംസാരം. എന്നിട്ട് അനീഷിന് കിട്ടാത്തതിൽ ഈ ഗ്രാമത്തിന് വളരെയധികം, ഈ ഗ്രാമത്തിലുള്ള ഓരോ ജനങ്ങളിലും ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. അനുമോൾക്ക് കിട്ടിയതിൽ നമുക്ക് സന്തോഷം തന്നെയുള്ളൂ. കാരണം ശരി, അടുത്തൊരാൾക്ക് കിട്ടി, പക്ഷേ അത് അർഹിച്ചത് അനീഷായിരുന്നു എന്നുള്ള അങ്ങനെ ഒരു ചിന്ത എല്ലാവരിലും കെടുക്കുന്നത് കൊണ്ട് എല്ലാവരും വളരെയധികം സങ്കടത്തിലാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഗ്രാമത്തിൻ്റെ ഓരോ ജനങ്ങളുടെ ഹൃദയത്തിലും അനീഷ് വിജയിയാണ്. അത് തന്നെയാണ് അനീഷിൻ്റെ ഏറ്റവും വലിയ വിജയം. സാങ്കേതികമായിട്ട് വിജയിച്ചത് അനുവാണെങ്കിലും ജനഹൃദയങ്ങളിൽ വിജയിച്ചിട്ടുള്ളത് അനീഷ് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും. ഇന്ന് അനുവിൻ്റെ കാര്യം ആൾക്കാർ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ബിഗ് ബോസിലെ താരങ്ങളുടെ സംഭാഷണങ്ങൾ തന്നെ കേട്ട് കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടുന്നത് അനീഷിനാണ്. അതുകൊണ്ട് ഒരു കോടന്നുകാരായ ഞങ്ങൾക്കൊക്കെ നല്ലൊരു വിഷമമുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാലും അനീഷിന് കിട്ടാത്തതിലുള്ളൊരു നിരാശ ഈ ഗ്രാമത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്പന്ദനാവസ്ഥ തന്നെ നലിച്ച പോലത്തെ ഒരു ഘട്ടമായിട്ട്. പക്ഷെ എന്നിരുന്നാൽ ഈ ഗ്രാമം ഒന്നടങ്കം അനീഷിൻ്റെ പിന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരെയും കട്ട സപ്പോർട്ട് അനീഷിനുണ്ട്. നിങ്ങളെങ്ങനെയാണ്, ആർക്ക് കിട്ടുന്നുള്ളതായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്? അനീഷിനാണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സ്ട്രെങ്ത് കാണിച്ചോളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഗ്രാമക്കാർക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്